ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവിൽ വരുമ്പോൾ എല്ലാവർക്കും ലൈവിൽ വന്ന എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ നല്ല വീഡിയോ ആയിട്ട് ചെയ്തങ്ങിടാമെന്ന് വിചാരിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഓൺലൈൻ ഡ്രസ്സിൻ്റെ കാര്യം തന്നെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തുടങ്ങി തന്നതും എന്താ പറയുക, എനിക്കൊരു സപ്പോർട്ടായിട്ട് വന്നതും സുനിത ചേച്ചിയാണ്. സുനിത ചേച്ചി എന്നോട് പറഞ്ഞത്, തനു ഈ ഒരു ബിസിനസ്സിലോട്ട് തനു നിൽക്കുകയാണെങ്കിൽ തനുവിന് നല്ലതേ വരുള്ളൂ. ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് തനുജ ലൈഫിൽ നിന്ന് മാറും. ഇതൊരു നല്ലൊരു വരുമാനമായിട്ട് മാറും. ഒരുപാട് പേരുന്ന കടവും പ്രശ്നങ്ങളൊന്നും തനുവിന് വരില്ല. മോൾക്കും തനുജയ്ക്കും കൂടെ നല്ലതായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ടാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് ചേച്ചി കൊണ്ടുവരുന്നത്. അപ്പം ചേച്ചി പറഞ്ഞു, കട ഇടുന്നതിന് മുന്നേ നമുക്ക് ഓൺലൈനിലായിട്ടൊന്ന് ചെയ്ത് നോക്കാം തനു. അപ്പം എത്ര പേര് തനുവിനെ സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് കിട്ടും. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഷോപ്പ് തുടങ്ങിയാലും നമ്മൾ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പം ചേച്ചി പറഞ്ഞു, ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിലും അത്യാവശ്യം തന്നുവിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ നടന്നു പോകുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. തുടങ്ങുന്നതിന് മുന്നേ എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനു ഇന്നെന്ന പോലെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ എനിക്കൊന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആകെ അറിയുന്ന കാര്യങ്ങൾ ഡബ്ബിങ്ങും അഭിനയം കുക്കിങ്ങും ആണ്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്ന തുണിയുടെ ബിസിനസ്സുമായിട്ട് ഒരു അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു അറിവില്ലാത്ത ഒരാൾ ഇതിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ ചേച്ചി പ്രതീക്ഷിച്ച പോലെ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറയുന്നുണ്ടോ? മറ്റുള്ളവർ വീഡിയോസൊക്കെ നോക്കുമ്പം ഞാൻ അതുപോലെ അതിൻ്റെ ഒരു എഴുത്ത് പോലും ഞാൻ എത്തുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെതായ ശൈലിയിലും എൻ്റെതായ രീതിയിലേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്നിൽ നിന്ന് എനിക്ക് മാറി ചിന്തിക്കാനും പറയാനും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഒരു ഇതിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ചേച്ചി എന്നോട് പറഞ്ഞു തന്നത്, തനു ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ഇത് പഠിച്ചു വന്നാൽ ഭയങ്കര ഇതാണ്, ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ 10,000 പേര് തനുജയുടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ 10,000 പേര് 10,000 പീസ് മേടിക്കുകയാണെങ്കിൽ തനുജയ്ക്ക് ഇത്ര എമൗണ്ട് തനുജയുടെ കയ്യിലുണ്ടാവും. തനുജയ്ക്ക് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ അതാവുമ്പോൾ തനുജയുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. എൻ്റെ അത്യാവശ്യമുള്ള കടങ്ങൾ പോവും, വിടാൻ പറ്റും. എന്തൊക്കെ നമ്മുടെ വലിയ കുറച്ച് ഒരു ഫുള്ള് സ്വപ്നങ്ങൾ നടന്നില്ലെങ്കിലും ആ ഒരു അത്യാവശ്യ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും തനു എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞ ആ ഒരു മൈൻഡാണ് ഞാൻ, ഇല്ല ഇത്രയും പേര് നമുക്കുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ്, അപ്പം അത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, മേടിക്കും എന്നുള്ളത് ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പം തുടങ്ങി നോക്കിയപ്പം നമ്മൾ അതിൻ്റെ ഒരു 7 അയലത്ത് പോലും വന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ടൈമിൽ സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം അവർക്കൊക്കെ ഇത് മേടിക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പം പറ്റുന്നവർ മേടിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് അവരോട് ആദ്യം തന്നെ നന്ദി പറയാം കേട്ടോ. അപ്പോൾ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പം ആകെ പോയത് കുറഞ്ഞ പീസാണ്. അപ്പം പ്രതീക്ഷിച്ചത് 10,000 പീസാണല്ലോ. അപ്പോൾ അത്രയും പോവാത്തത് കൊണ്ട് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരുടെ വില കൂടുതലാണ്. പക്ഷേ വാങ്ങിയവരൊക്കെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു, തനു നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാങ്ങിയവരെല്ലാവരും ഓക്കെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മളൊരു വാക്കിൻ്റെ പുറത്താണ് അവർ അത് വിശ്വസിച്ച് മേടിച്ചത്. വാങ്ങിയവരത് ഓക്കെ ആണല്ലോ, അതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിച്ച ആ ഒരു 10,000 എന്നുള്ളത് അതിൻ്റെ ഒരു ഇതിൽ പോലും എത്തിയില്ല. അപ്പം ആ ഒരു കാര്യം അത്രയും പോയി നമ്മളെ കയ്യിൽ പറഞ്ഞു പോയൊരു പൈസ കിട്ടുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ, അമ്മയ്ക്ക് പൊട്ടും മേല, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. കൊണ്ടുവന്നപ്പം ഈ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന്. അപ്പോൾ ഈ ഓപ്പറേഷത്തിനാണെങ്കിൽ 1,65,000 രൂപ വേണം. ഓപ്പറേഷത്തിന് വേണ്ടി മാത്രം, ഹോസ്പിറ്റലല്ല കേട്ടോ, ഓപ്പറേഷത്തിന് മാത്രം. അപ്പം അത് കഴിഞ്ഞിട്ടും പിന്നെ എത്ര പൈസയാവുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതും കൂടെ കേട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എനിക്ക് ചേച്ചിയോടും ആവശ്യപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഒരു ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയോടും ചോദിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു വരുമാനം എനിക്ക് കിട്ടുകയാണല്ലോ. അപ്പം അത് നടക്കാത്തതുകൊണ്ട് എനിക്ക് ചേച്ചിയോടും
ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ചേച്ചിക്കും ഓപ്പറേഷത്തിന് അത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കടയുടെ കാര്യമാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതൊന്നും വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. എന്നാലും എന്നെ ഒരുപാട് പേര് തനു തുടങ്ങിയതല്ലേ ഉള്ളൂ, ഷോപ്പ് തുടങ്ങാം, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ ഷോപ്പ് തുടങ്ങണമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവിടെ അഡ്വാൻസ് കൊടുക്കാനൊക്കെ വേണ്ടേ. അപ്പം അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ചേച്ചി. അപ്പോൾ എനിക്ക് കൂടുതൽ ചേച്ചിയോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഇനി എന്താ ചെയ്യുക മുന്നോട്ടേക്ക്. എന്താ വെച്ചാൽ ഇന്നലെ നമ്മളിട്ട വീഡിയോയ്ക്ക് പോലും ഓർഡർ വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്ന് വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്തണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ത് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ മനസ്സിലൊരു ധൈര്യം എന്നില്ല. എനിക്കിതിന് മുന്നേ എന്നോട് ഒരുപാട് പേര് ഞാൻ ഒരു അച്ചാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു തനു അത് ചെയ്യണം കേട്ടോ എന്നപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു സൈഡിൽ കൂടെ എന്നൊരു അച്ചാറിൻ്റെ കൂടെ ഞാൻ അതാകുമ്പോൾ എനിക്ക് ഓക്കെയാണ്. ഞാൻ കുക്കിംഗ് അറിയുന്നതുകൊണ്ട് അതിലെനിക്ക് 100% ഞാൻ ഓക്കെയാണ്. ഇതിൽ ഞാൻ നമ്മുടെ ഡ്രസ്സിൻ്റെത് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് 100% എന്ന് പറയാൻ പറ്റില്ല. അതെൻ്റെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കാണും പറയാം. മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചാൽ അച്ചാറിൻ്റെ കൂടെ ഒരു സൈഡിൽ കൂടെ തുടങ്ങണം. പക്ഷേ എനിക്കിപ്പം പെട്ടെന്ന് തുടങ്ങാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ അഥവാ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ പോലും അമ്മയെ നോക്കാനും അമ്മയുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ എപ്പോഴും ആൾ വേണം കൂടെ. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു. എനിക്കിതിന് മുന്നേ ഒരുപാട് പേര് എന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്ന് പറഞ്ഞതിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് പറയാനും പേടിയാണ്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ മാറ്റിവെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ എടുക്കുന്ന ടൈമിൽ അമ്മയോട് അതാരും പറഞ്ഞില്ല. എനിക്കറിയത്തില്ല. ഞാനന്ന് കോട്ടയത്തായിരുന്നു. അമ്മയോട് ചേച്ചി ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ഇതുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഇന്നതിന് പോകണമെന്നൊന്നും അമ്മയോട് ആരും പറഞ്ഞു കൊടുത്തില്ല. അതിട്ട് എടുത്തിട്ടുമില്ല. അന്നും അമ്മ അത് അന്വേഷിച്ചപ്പോൾ നമ്മളെ സർക്കാർ ആശുപത്രിയിൽ 75,000 രൂപയാവുമെന്ന് അന്ന് പറഞ്ഞത്. എത്ര 7 വർഷം മുന്നേ എങ്ങാണ്ട് ചോദിച്ചപ്പോൾ. ഇപ്പം ആണെങ്കിൽ ഇവിടെ എറണാകുളത്ത് വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അയ്യോ എൻ്റെ ഫോണ് വീണ് പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അത് അമ്മ ഇത്രയും കാലം ഇത്ര വർഷം അമ്മ വേദന സഹിച്ച് നടന്നില്ല, സമ്മതിച്ചു കേട്ടോ, പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ കൂടെ പിറപ്പുകളോട് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ ഈ വീഡിയോ മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കാര്യം. അത് അറിഞ്ഞിട്ട് പോലും കാണുന്നുണ്ടാവും, കാണാതിരിക്കില്ല, അവർ വിളിച്ചിട്ടില്ല. അപ്പം സ്വന്തത്തെക്കാട്ടും നല്ലത് അന്യരോട് ചോദിക്കുന്നതാണ്. എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ്. നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കുക എൻ്റെ കാര്യങ്ങൾ. അപ്പം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്താ ഇതിൽ ഇനിയിപ്പം ഞാനിങ്ങനെ പറഞ്ഞതിന് എനിക്ക് എന്താണ് വരിക എന്നുള്ളതും എനിക്ക് അറിയില്ല. അപ്പം പറ്റുന്നവർ ഈ ഒരു കാര്യത്തിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. എന്ന് വെച്ചാൽ ഞാൻ ആശുപത്രിയിലേക്ക് ഓപ്പറേഷത്തിന് മാത്രം 1,65,000, പിന്നെ ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കണം എന്നുള്ളത് അതിൻ്റെ കാര്യം കൂടെ അന്വേഷിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ കഴിയുന്നവരെ നമ്മളെ ഡ്രസ്സ് മാക്സിമം ഒന്ന് വാങ്ങിക്കാനും ശ്രമിക്കണം. എന്താ വെച്ചാൽ നമ്മൾക്ക് അതും കൂടെ ഒന്ന് മുന്നോട്ട് പോയാൽ ഇപ്പോൾ എനിക്ക് സഹായിക്കുന്നവർക്ക് തിരിച്ച് കാശ് തരാനുള്ളൊരു കാര്യം കൂടെ എനിക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ഒട്ടും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് വരുമാനവും കുറവായിരുന്നു യൂട്യൂബിൽ നിന്ന്. എല്ലാവരും പറയുന്ന 60,000 70,000 1 ലക്ഷമൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം 9,000, അതിന് മുന്നേ എനിക്ക് കിട്ടിയത് 12,000. അത് എൻ്റെ യൂട്യൂബ് നോക്കുന്ന പയ്യനറിയാം കറക്റ്റ് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് വരെ ഒരു 1,00,000 അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയില്ല. അത് പല കമൻറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഇപ്പം കിട്ടാൻ പോകുന്ന പൈസ പോലും ആ ഓപ്പറേഷത്തിൻ്റെ ഒരു 7 എഴുത്ത് പോലും എനിക്ക് എത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ സഹായം കൂടിയേ പറ്റുള്ളൂ. പറ്റുന്നവർ അത് 1 രൂപയാണെങ്കിൽ പോലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഇത് എനിക്ക് പറയുമ്പം തന്നെ പേടിയും സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ
നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാമെന്നുള്ളതല്ലേ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആവശ്യം എത്ര എമർജൻസി ആയിട്ട് നടത്തേണ്ട അമ്മയുടെ ഓപ്പറേഷനാണ്. ആ ഒരു ഓപ്പറേഷത്തിന് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. അതിന് ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പറും നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഞാനിടുള്ളൂ. അതായത് എനിക്ക് പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിതിന് മുന്നേ ഉണ്ടായ അനുഭവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് എത്രയാണെങ്കിലും നിങ്ങൾ എത്ര പേര് സഹായിച്ചതാണെങ്കിലും അത് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയും. എനിക്ക് ഇത്ര അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് എനിക്ക് ഇത്ര കിട്ടി എന്നുള്ളത്. എനിക്ക് ആ അമ്മയുടെ ഓപ്പറേഷത്തിന് വേണ്ടി മാത്രം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. പറ്റുന്നവർ എന്നെ ഒന്ന് സഹായിക്കണം. അത് കടമായിട്ടെങ്കിലും അങ്ങനെയെങ്കിലും അതാകുമ്പോൾ എനിക്ക് എഴുതി വെക്കാൻ പറ്റും. എന്നിട്ട് എൻ്റെ കയ്യിൽ കാശ് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെനിക്ക് ഒന്ന് കമൻ്റായിട്ട് എന്നോട് പറയണം. അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.